ഗവൺമെൻറ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്ക് പുറമെ, ഐഡൻറ്റിറ്റിക്ക് ഹവിയ എന്നാണ് പറയുക, ഐഡൻറ്റിറ്റിക്ക് പുറമെ നിങ്ങൾക്ക് എന്തുണ്ടാവും, അവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഉണ്ടാവും. നിങ്ങളുടെ കമ്പനിയിൽ കാണിച്ചു കൊടുക്കേണ്ട ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഉണ്ടാവും. എയർപോർട്ടിലാവട്ടെ, അതല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലോ, അതല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിലൊക്കെ ഉണ്ടാവും. ആ കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും വർക്ക് ചെയ്യാൻ പറ്റൂല. അതിന് അറബിയിൽ പേര് ബുത്താക്ക താരീഫ് എന്നാണ്. എന്താണ് ബുത്താക്ക താരീഫ്? അതിലെന്തായിരിക്കും പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഉണ്ടാകും. അപ്പോൾ ബുത്താക്ക താരീഫ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ കാർഡിനാണ്. ഈ ഐഡൻറ്റിഫിക്കേഷൻ കാർഡിന് താരീഫ് എന്നാണ് പറയുക. എന്താണ് പറയുക? താരീഫ്. മാരിഫ എന്നാൽ അറിയുക, അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായ വിവരമുണ്ടായിരിക്കുക എന്നതാണ് അതിനർത്ഥം. ബുത്താക്ക താരീഫ്. ഇവിടെ പലർക്കും സംശയമുണ്ട്, ബുത്താക്ക എന്നാണോ ബത്താക്ക എന്നാണോ ബിത്താക്ക എന്നാണോ ഉപയോഗിക്കുക എന്നുള്ളത്. അതിന് മറുപടി എന്താ പറയുക, മൂന്നും ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താണ്? മൂന്നും ഉപയോഗിക്കാം. ബുത്താക്ക എന്നാണ് ഒരു രീതി, ബത്താക്ക എന്ന് പറയുന്നതാണ്, അത് പൊതുവെ എഴുത്തിലില്ലാത്താണ്. എന്നാൽ ബിത്താക്ക എന്നുള്ളത് എഴുത്തിലും ഉള്ളതാണ്. അപ്പൊ മൂന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. കാർഡിന് ബുത്താക്ക താരീഫ്. ബുത്താക്ക ഇമറാത്തിയ എന്ന എമിറേറ്റ്സ് കാർഡാണ്. എല്ലാം ബുത്താക്കയാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞത് ബുത്താക്ക സുഊദ് എന്നാൽ എന്താണ്? അവിടെ ബുത്താക്ക സുഊദ് ബോർഡിംഗ് കാർഡ് എന്ന് പറയുന്ന ബോർഡിംഗ് പാസ് ആണ്. അപ്പോൾ വളരെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബുത്താക്ക എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ കാവ് എന്നതിന് കൃത്യമായി പറയണം.